ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മോമോസ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഇത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടതൊരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണിത്. അത് ഇതുപോലെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ടാക്കിയതും 1 പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും കുറച്ച് മല്ലിയില 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നോക്കി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് മോമോസിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മോമോസിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഒരു സോസും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 5 or 6 വറ്റൽമുളകും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി വേവിച്ചതിന് ശേഷം തക്കാളിയുടെയൊക്കെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. അടുത്തത് ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയിട്ടെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ച തക്കാളിയും മുളകും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡോ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതിൽ ഓരോ ബോൾസും ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. അതിലിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇനി പരത്തിയെടുത്ത മാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ റൗണ്ട് പാത്രമോ വെച്ച് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ബാക്കി വന്ന മാവ് എടുത്ത് ഇനി പരത്താനുള്ളതിൽ വെച്ച് പരത്തിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. മാവിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. മോമോസിൻ്റെ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ആക്കിയിട്ടെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം പരത്തിയെടുക്കാം. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആക്കുന്ന സമയത്ത് തോന്നും. ഒന്നിച്ച് കൂട്ടി പിടിച്ചൊരു കിഴി പോലെ ആക്കിയാലും മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. മോമോസ് 2 തരത്തിലുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുണ്ട്, ആവിയിൽ വേവിച്ചതുണ്ട്. നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ആവി പാത്രത്തിൽ ഇതെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അത്രേ വേണ്ട. അതിനുള്ളിൽ തന്നെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നല്ലതുപോലെ അടിപൊളി ടേസ്റ്റുള്ള മോമോസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ മോമോസ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു സോസും കൂടിയാണ്. സോസും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്.
ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.